റിമി ടോമി, ഒരു പോലീസ് ചോദ്യം ചെയ്യലിന്റെ സ്വഭാവം ഉണ്ടായിരുന്നോ ഈ വിവരങ്ങൾ തേടിയപ്പോൾ? ഇല്ല, ഒന്നുമില്ല. വളരെ മയത്തിൽ ബൈജു പൗലോസ് അദ്ദേഹമാണ് ചോദ്യം ചെയ്തത്. എനിക്ക് ആദ്യം തന്നെ ഞാൻ ഇപ്പൊ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞതിൽ എനിക്ക് ഭയങ്കര സന്തോഷം, മാതൃഭൂമി ന്യൂസ്. കാരണം പല ചാനലുകളും അങ്ങനെ സ്ഥിരീകരിച്ചു, സാമ്പത്തിക ഇടപാട് കണ്ടുപിടിച്ചു, അങ്ങനെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഇനിയും ചോദ്യം ചെയ്യും. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ നടിയെ ആക്രമിക്കപ്പെട്ട കേസുമായിട്ട് റീമിക്ക് യാതൊരു ബന്ധമില്ല എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം. പിന്നെ ഈ പറഞ്ഞ വ്യക്തികളുമായിട്ടുള്ള സൗഹൃദത്തിന്റെ പുറത്ത് ഇവരുമായിട്ട് എല്ലാം ഞാൻ അറിയാം. അമേരിക്കയിലാണെങ്കിലും ഓസ്ട്രേലിയയിലാണെങ്കിലും ഇപ്പൊ 2017 ഞാൻ ട്രിപ്പുകൾ പോയിട്ടുണ്ട്. പിന്നെ ഈ കാവ്യം ആക്രമിക്കപ്പെട്ട നടിയായിട്ട് എന്തെങ്കിലും ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം എനിക്കറിയാമോ? ഈ കാര്യങ്ങൾ മാതൃഭൂമിയാണ് ഇപ്പൊ സംസാരിക്കുന്നത്. അതെ, മാതൃഭൂമി ന്യൂസാണ്. മാതൃഭൂമി ന്യൂസ്. അപ്പൊ ഈ പഴയ ഇൻകം ടാക്സിന്റെ റെയ്ഡിന്റെ ന്യൂസ് ഇപ്പൊ ദയവേത് നിങ്ങൾ മാറ്റണം. അത് 2 വർഷം മുമ്പത്തെ റെയ്ഡിന്റെ കാര്യമല്ലേ പറഞ്ഞത്? അതിപ്പോ കാണിക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കുന്നത് നമ്മുടെ വീട്ടിൽ ഇപ്പൊ ഉണ്ടെന്നല്ലേ. അന്നത്തെ കാര്യം തന്നെ ഞാൻ പറഞ്ഞു. അന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ പ്രതികരിക്കേണ്ടതായിരുന്നു. എനിക്ക് പിന്നെ തോന്നിപ്പോയി. സോഷ്യൽ മീഡിയയിലും അവിടെ ഇവിടെയൊക്കെ എന്റെ വീട്ടിൽ കോടിക്കണക്കിന് പൈസ വിദേശത്തുനിന്ന് പൈസ അങ്ങനെ തോന്നില്ല. അതിന് മുകളിൽ ഫയൽ വിഷ്വൽസ് നിന്ന് എഴുതി കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ആളുകൾക്ക് അത് മനസ്സിലാവുകയില്ല. ആളുകൾ തോന്നിയിട്ടില്ല. പക്ഷെ ഇതൊന്നും ഫയൽ വിഷ്വൽസ് ഒന്നും മനസ്സിലാക്കാൻ അങ്ങനെ ശ്രീമതി റിമി ടോമി, അല്ല ഈ സ്റ്റേജ് ഷോയുടെ വിവരങ്ങളാണോ ചോദിച്ചത്? അല്ല, ഇതൊന്ന് ക്ലിയർ ആക്കിയോട് നിങ്ങൾ എന്നെ വിളിച്ചതല്ലേ? എന്ത് സാമ്പത്തിക ഇടപാടാണ് നിങ്ങൾ കണ്ടുപോയി? അന്വേഷണ ഉദ്യോഗസ്ഥർ പറയട്ടെ. ഒരു ബിസിനസ് കാര്യത്തിലോ അക്കൗണ്ടിൽ പൈസ ഇടുകയോ ഇത് പിന്നെ അവർ നിങ്ങൾ പിന്നെയും ആ റെയ്ഡിന്റെ കാര്യം അത് 2 വർഷം മുമ്പത്തെ കാര്യമല്ലേ? ആ റെയ്ഡിൽ വന്ന ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയട്ടെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് എന്ത് പൈസ കണ്ടുപിടിച്ചതെന്ന്. 1000 രൂപ പോലും ആ സമയത്ത് എടുക്കാനില്ലായിരുന്ന സമയത്താണ് നിങ്ങൾ പറയുന്ന കോടികൾ എന്റെ വീട്ടിലുണ്ട്, റൂം അടച്ചിട്ടു, റൂമിന്റെ അകത്ത് പൈസ കിടപ്പുണ്ട്. ഒരാൾ പറയട്ടെ, അതിന്റെ അകത്ത് അന്വേഷിച്ച ഉദ്യോഗസ്ഥൻ പറയട്ടെ. പിന്നെ ദിലീപ്, കാവ്യ, ഇവരായിട്ട് ആരുമായിട്ടും എനിക്കൊരു ചില്ലി പൈസയുടെ പോലും ട്രാൻസാക്ഷനോ ബിസിനസ് ഇടപാടുകളോ ഭൂമി ഇടപാടുകളായിട്ട് ഒരു കാര്യമില്ല. ഞാൻ വേറൊരാളുമായിട്ട് എന്റെ ബന്ധുക്കാരായിട്ട് പോലും ഒരു പൈസ ഇടപാട്, ഞാൻ കഷ്ടപ്പെട്ട് പാടി ഉണ്ടാക്കുന്ന പൈസ എന്റെ അക്കൗണ്ടിൽ കാണും. അതിന്റെ ടാക്സ് അടയ്ക്കാനുള്ളത് നമ്മൾ അടയ്ക്കും. അത് കറക്റ്റായിട്ട് എത്ര പേര് അടയ്ക്കുന്നുണ്ട്? അത് അന്വേഷണ ഉദ്യോഗസ്ഥർ വന്നതിന് പോയ ശേഷം നമ്മൾ കറക്റ്റായിട്ട് അടയ്ക്കുന്നുണ്ട്. അതിന്റെ ഫൈൻ പോലും നമ്മൾ ഇതുവരെ അടച്ചിട്ടില്ല. അപ്പൊ ചിലർ പറയണ ഫൈൻ അടച്ച് കേസിൽ നൂരി ദിലീപുമായിട്ട് ബിനാമിയുണ്ട്. ബിനാമി, ഹവാല, വിദേശ ഞാൻ സിനിമയിലൊക്കെ കേട്ടിട്ടുള്ളൂ. സത്യം പറയാലോ. അപ്പൊ നിങ്ങളൊക്കെ ഈ അന്വേഷിക്കാണ്ട് കറക്റ്റ് ഇങ്ങനെ ഭയങ്കരമായിട്ട് സ്ഥിരീകരിച്ചു അതെന്നൊക്കെ മാതൃഭൂമി പറഞ്ഞെന്നല്ല ഞാൻ പറഞ്ഞത്. ഇങ്ങനെ പറയുന്ന കേൾക്കുമ്പോൾ ഒന്ന് കറക്റ്റായിട്ടൊരു ഇപ്പൊ ഞാൻ ഈ ന്യൂസ് കണ്ടതിന് ശേഷം ബൈജു പൗലോസ് എന്ന് പറഞ്ഞ അദ്ദേഹത്തെ ഇപ്പൊ ഒരു അരമണിക്കൂർ മുമ്പ് തിരിച്ചു വിളിച്ചു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? പറഞ്ഞോളൂ. അദ്ദേഹം എന്നോട് പറഞ്ഞത് ഈ ന്യൂസ് കേൾക്കുമ്പോ തന്നെ റീമി നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഞങ്ങളല്ല ഈ വിവരങ്ങൾ കൊടുത്തതെന്ന്. ഞാൻ ഇന്നലെ ഫോൺ വിളിച്ചപ്പോ തന്നെ അവരെന്റെ അടുത്ത് പറഞ്ഞത് റീമി ഈ കേസുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല, അപ്പൊ അതോർത്ത് ടെൻഷൻ അടിക്കണ്ട, ഞങ്ങൾ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ വിളിച്ചു എന്നേ ഉള്ളൂ. അല്ലാതെ ഈ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി ചെല്ലാനോ അങ്ങനെ ഒരു കാര്യവും ആവശ്യപ്പെട്ടിട്ടില്ല. ഒന്നുമില്ല. ഞാൻ പറയാം, അവര് അന്വേഷിക്കണമെങ്കിൽ അവർ വീട്ടിൽ വരില്ലേ, അല്ലെങ്കിൽ അവരെന്നെ അങ്ങോട്ട് വിളിപ്പിക്കില്ലേ? അവർക്കിപ്പോ എന്ത് റിമി ടോമി, എന്ത് ദിലീപ്, എന്ത് നിയമത്തിന്റെ മുന്നിൽ കുറ്റം ചെയ്തിട്ടുള്ള എല്ലാവരും കുറ്റവാളികളല്ലേ? ദിലീപുമായിട്ടുള്ള സ്റ്റേജ് ഷോ ഇതിന്റെ വിവരങ്ങളാണോ ചോദിച്ചത്? സ്റ്റേജ് ഷോ ഞാൻ ചെയ്യാത്ത ആളാണോ? എത്ര ചെറുപ്പത്തിലാണ് ഞാൻ ചെയ്തു തുടങ്ങിയത്. എല്ലാ സ്റ്റേജിലും ഞാൻ പോകാറുണ്ട്, പെർഫോമർ ആണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അല്ലാണ്ട് എന്നെ ചുമ്മാ പരിചയത്തിന്റെ പുറത്ത് ആരെങ്കിലും സ്റ്റേജ് ഷോയ്ക്ക് കൊണ്ടുപോകുമോ? അല്ല, അതിലെ വിവരങ്ങളാണോ ചോദിച്ചത്? അതിലും ചോദിച്ചു ആ ഷോയിൽ എന്തായിരുന്നു, ഇവർ തമ്മിലുള്ള അടുപ്പം എങ്ങനെയായിരുന്നു, വല്ല പ്രശ്നങ്ങൾ ഉണ്ടായതായിട്ട് അറിയാമോ, ഇവരുടെ എല്ലാ സുഹൃത്തുക്കളല്ലേ, അല്ലെങ്കിൽ ഇനി സംഭവം നടന്നന്ന് വിളിച്ചാൽ സംഭവം നടന്നന്ന് എത്ര പേര് കാവ്യനെ വിളിച്ചിട്ടുണ്ടാവും? ആ കൂട്ടത്തിൽ ഞാനും വിളിച്ചു. എങ്ങനെ വിളിക്കാണ്ടിരിക്കും? നമ്മളൊക്കെ സുഹൃത്തുക്കളല്ലേ. അപ്പൊ വിളിച്ചാൽ എന്തിനാ? ഈ ഇരയായ കുട്ടിക്ക് വരെ ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ടല്ലോ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളപ്പോ മെസ്സേജ് ഇടുവോ? അപ്പോൾ സംശയത്തിന്റെ പേരിലുള്ള ഒരു അന്വേഷണമല്ല എന്ന് റിമി ടോമി മനസ്സിലാക്കുന്നു. എത്ര പേരെ ഇനി ചോദ്യം ചെയ്യും? അതിന്റെ പുറത്ത് എന്നെ ഒന്ന് 2 ചോദ്യം പോലും അല്ല, ഫോണിൽ കൂടെ വളരെ കുറച്ച് കാര്യങ്ങൾ, അത് അവർക്ക് അറിയാനുള്ള കുറച്ച് കാര്യങ്ങൾ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഒന്ന് വിളിച്ച് ചോദിച്ചു. ശരി, ശ്രീമതി റിമി ടോമി പ്രതികരിച്ചത് ഇപ്പോൾ ശരി.